ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നേരത്തെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു മോർണിംഗ് ടൈം തൊട്ടിട്ട് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ചെറുപയറല്ല വെള്ളപ്പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം രാജേഷേട്ടന്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ രാജേട്ടൻ ഇന്ന് നേരത്തെ വർക്കിന് പോയിട്ടോ. അപ്പോൾ ഏട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയത്. പാല് വരാനൊക്കെ വൈകുമായിരുന്നുള്ളൂ. അപ്പോൾ 6:30 6:45 ആകുമ്പോഴത്തേനും ഏട്ടൻ പോയി കേട്ടോ. കുറച്ച് ദൂരെയാണ് പണി, പാലക്കാട് അപ്പുറമാണ് പണി. അപ്പോൾ നേരത്തെ പോയി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഏട്ടനൊക്കെ പോയി കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പയറൊക്കെ വെള്ളത്തിലിട്ട് ചായ ഞാനും ഇനി ധോനി ബേബി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നെയ്ച്ചപ്പോഴത്തേനും കുറച്ച് വൈകി കേട്ടോ. കാരണം അവൾ കരഞ്ഞ് വാശി പിടിച്ചിട്ടേ രാവിലെ രാജേട്ടൻ പോണ ടൈമിൽ. അപ്പോൾ അങ്ങനെ അവളെ ഒന്ന് വീണ്ടും കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിടന്നു. പിന്നെ അങ്ങനെ ഇതാ ചായക്ക് വെള്ളമൊക്കെ വെച്ച് പാലൊക്കെ ഒഴിച്ചു. വീണ്ടും ആളിതാ നല്ല ഉറക്കാണ് കേട്ടോ. ചായയൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേനും ആൾ എണീക്കും ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മ വിളിച്ചിട്ട് നേരെ വന്നു. പിന്നെ അവളെ ഒരു ഭാഗത്ത് ഇരുത്തി ചായ ഗ്ലാസ്സൊക്കെ കഴുകിക്കൊണ്ടുവന്ന് അങ്ങനെ ചായയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ചായ അരിച്ചിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ. ഇനി അവളെ ഒന്ന് മുഖം കഴിക്കണം. അവൾക്ക് ഒരു ഗ്ലാസ് ചായ, ഒരു ഗ്ലാസ്സൊന്നും കഴിക്കില്ല കേട്ടോ. അവളുടെ ഗ്ലാസ്സിന് കൊടുത്താലും കുഞ്ഞി ഗ്ലാസ്സിന് കൊടുത്താലും അതിൻ്റെ ഒരു പകുതി കുടിച്ചെങ്കിലായി കേട്ടോ. ഇപ്പോൾ റസ്ക്കൊക്കെ കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു 1.5 പൊട്ട് റസ്ക് അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാക്കേനെയും പൂച്ചേനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കും കേട്ടോ. ആദ്യം ഒന്നും കഴിച്ചായിരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ കഞ്ഞിയൊക്കെ ഇങ്ങനെ 2 വറ്റി ഇങ്ങനെ വായിൽ വെക്കുമ്പോൾ ഒക്കെ കുടിക്കുന്നുണ്ട്. കഞ്ഞിവെള്ളമൊക്കെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ആൾ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നും ഈ മധുരം കഴിച്ചിട്ട് ആൾക്കിപ്പോൾ ഈ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചു തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ചെറുതായിട്ട് അങ്ങനെ അതാ ചായ അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചായ കുടിക്കണം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കടിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ നമ്മൾ. അപ്പോൾ ചായക്ക് കടിപ്പരിപാടിയൊന്നുമില്ല. അപ്പോൾ ചായയൊക്കെ അത് ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും മോൾക്കുള്ള ചായനെ കേട്ടോ. അവരൊക്കെ നേരത്തെ ചായ വെച്ച് കുടിച്ചു. അവരൊക്കെ 6 6:30 ആകുമ്പോഴത്തേനും 6:45 ആകുമ്പോഴത്തേനും ചായ വെച്ച് അവർ കുടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കും മോൾക്കുള്ള ചായയൊക്കെ ആയി. ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പം ഒന്ന് നമുക്ക് ബേക്കറിയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പൊരി മുറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേലയും പൂരൊക്കെ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പൊരി മുറുക്കൊക്കെ കിട്ടാൻ ഭയങ്കര ഇതാണ് കേട്ടോ. പിന്നെ ധോനി ബേബിയുടെ റസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവൾക്ക് 1.5 പൊട്ട് റസ്ക്കൊക്കെ കൊടുത്ത് അവളൊക്കെ മുഖം കഴിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് രാജേട്ടന് കുറച്ച് ദൂരെയാണ് കേട്ടോ. പണി പറഞ്ഞാൽ ദൂരെയാണ്. പാവന്ന് രാവിലെ നേരത്തെ പോയി ഭക്ഷണം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും രാജേട്ടൻ വരില്ല. അപ്പം ഇന്നിപ്പോൾ വണ്ടി ഓട്ടമല്ല പോയിരിക്കുന്നത്, വേറെ വർക്കിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടം തന്നെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഒന്നേന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ ഓട്ടമൊക്കെ കുറവാണ് ഇപ്പോൾ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ധോനി ബേബിക്ക് റസ്ക് 1.5 പൊട്ട് കൊടുത്ത് ലാസ്റ്റ് ഞാനായിരുന്നു പറഞ്ഞെടുത്ത് കഴിച്ച് കണ്ടപ്പോൾ അവൾ ഒരെണ്ണം കൈ നീട്ടി ഇങ്ങനെ വന്നതാട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചതിൻ്റെ ഒരു പൊട്ട് അവൾക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ അത് മേടിച്ച് അങ്ങനെ പോയിരുന്ന് കഴിക്കുന്നുണ്ട് ആൾ. അങ്ങനെ ചായയൊക്കെ കുടി കഴിഞ്ഞു. ചായ കുടി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അലക്കൽ നടക്കുമെന്നുള്ളത് സംശയമാണ്. അങ്ങനെ മേശയൊക്കെ ഒന്ന് തുടച്ചിട്ടേന്ന് വിചാരിച്ചിട്ട് മേശയൊക്കെ ഒന്ന് തുടച്ചിട്ട് ചായ കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടും ഒക്കെ ചെയ്യും വെള്ളം തെളിച്ചിട്ടൊന്ന് തുടച്ചിട്ട് കേട്ടോ. അപ്പോൾ ധോനി ബേബി റസ്കും കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മായി കറി എന്തൊക്കെയാണ് വെക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി വെക്കാനുള്ള സാധനങ്ങളെ തപ്പിയും കൊണ്ട് അമ്മായി അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നെന്താ മത്തൻ കറി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ സാമ്പാറും വെക്കണം എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് 2 അമ്മായി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രാജേട്ടന് ഇനിയിപ്പോൾ മിഞ്ഞാന്നും സാമ്പാർ, അപ്പം ഇനി അതന്നെ കൂട്ടി മടുത്തു പറഞ്ഞിട്ട് വെള്ളപ്പയർ കൊണ്ടുവന്നാൽ അപ്പോൾ വരുമ്പോഴത്തേന് ഇനി വൈകിട്ട് വരുമ്പോഴത്തേനും ആയാൽ മതി. അങ്ങനെ ധോനി ബേബീനെ കഴിക്കാനൊക്കെ കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് ചായ ഗ്ലാസ്സും അതൊക്കെ കഴുകി വെച്ച് പെട്ടെന്ന് അടിച്ചു വാരിയിട്ട് ഇനി തുടയ്ക്കണം. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാൻ. അതിനിടയിൽ ചിലപ്പോൾ ഇനി അവൾ വാശി പിടിക്കാൻ തുടങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം അവിടെ ഇട്ടിട്ട് ഞാൻ ചിലപ്പോൾ അവളെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ എങ്ങനെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ രാവിലെ റസ്ക്കൊക്കെ കഴിച്ചുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വാശി പിടിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ വെയിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണം മക്കൾക്ക്. ഒരു 9:30 9:45 ആകുമ്പോഴത്തേനും ആൾ കോട്ടായിട്ട് അങ്ങനെ ക്ഷീണം പോലെ അങ്ങനെ കാട്ടൂട്ടോ പാവം. കാരണം വെയിലിന് അത്ര ചൂട് കാരണേ. അപ്പോൾ അങ്ങനെ അവളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അമ്മായി അവിടെ കൂട്ടാൻ വയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ മത്തനൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ പോയിരുന്നിട്ട് ഓരോന്ന് സംസാരിച്ചിട്ടൊക്കെ ആയിട്ട് അവൾ അമ്മായിയുടെ അടുത്തുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം
അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തുടച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ടേ വേഗം വന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയ്ക്കൊക്കെ നമ്മൾ തുടയ്ക്കുമ്പോൾ വെള്ളം മാറ്റിയിട്ട് വേണം തുടയ്ക്കാൻ. അപ്പോൾ 2 പ്രാവശ്യമൊക്കെ വെള്ളം എടുത്തിട്ട് വേണ്ടി തുടയ്ക്കാൻ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നേരം വൈകിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ ഒന്ന് അവിടെ വെച്ചിട്ട് അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമുക്ക് ഒരുപാട് സബ് നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേര് വന്നു. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. ഇപ്പോൾ പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലവർക്കൊക്കെ തിരക്കായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ നമ്മുടെ കൂട്ടുകാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കേട്ടോ, ഉച്ചവരെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കണം കേട്ടോ. പിന്നെ ഇത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ധുനി ബേബിനെ കുളിപ്പിക്കണം കേട്ടോ. ഒന്ന് കുളിപ്പിച്ചിട്ട് വേണം ഇനി അവളെ ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു, തുടയ്ക്കലും കഴിയാനായി. ഇനി അവൾക്ക് കുറച്ച് വെള്ളം നീളം തണുപ്പ് പിടിപ്പിച്ചിട്ട്, നല്ല തണുപ്പ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ തണുപ്പത്ത് നല്ല പച്ചവെള്ളം ഇനി ഒഴിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ തണുപ്പൊന്ന് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ലൈറ്റായിട്ട്, എന്നാൽ നല്ല ചൂടാവാനും പാടില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അവളെ ഒന്ന് കുളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു അവളെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് കോറൊക്കെ കുറുക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അവളെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അപ്പോൾ വരുമ്പോഴത്തേന് എന്നാൽ പാകത്തിന് ചൂടാറുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ഇതാ കിച്ചൺ സെറ്റൊക്കെ എടുത്ത് ആൾ നല്ല കളിയാണ്, കഴിക്കാൻ വേണ്ടി തുടങ്ങാനുള്ള സ്റ്റാർട്ടിങ് ആട്ടെ. ഇനി ഇതിപ്പോൾ ഞാനും ധോനി ബേബിയും തമ്മിലൊരു യുദ്ധം തന്നെ ഉണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വായി കിട്ടുകയില്ല, അവൾ നമ്മളങ്ങോട്ട് വട്ടത്തിൽ കറക്കവൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വിധം അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ അവളെ ഒരു പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കിയിട്ട് ഇത് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആളൊന്നും ഉറങ്ങുന്നില്ല തോന്നുന്നുണ്ട്. അപ്പം ഒന്ന് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കോലായിൽ. അപ്പോൾ അമ്മായി പറഞ്ഞു കുട്ടി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ, സാമ്പാറിലേക്കും മത്തനിലേക്കൊക്കെ ഒന്ന് അരച്ച് കാട്ട് പറഞ്ഞു. അപ്പം ഇനി എന്തായാലും അതൊന്ന് അരച്ചു കൊടുക്കട്ടെ, എന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാനെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇനി 2 കറിയിലേക്കുള്ള തേങ്ങ അതപ്പോൾ ഞാൻ അരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, സാമ്പാറിലേക്കും മത്തനിലേക്കും ഉള്ളത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, പയറ് കറിയിലേക്ക് മാറ്റി വെച്ചിട്ടോ. ഇനി ഇത് വറുക്കണം, ഇനിയിപ്പോൾ എന്തായാലും ആദ്യം വറുത്ത് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ഇതാ അമ്മയുടെ സാമ്പാറായിട്ടുണ്ട് കേട്ടോ. സാമ്പാറൊക്കെ ആയി റെഡിയായി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാനിതാ പയറിനുള്ളത് തേങ്ങ ഒന്ന് വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കേടുവരുമില്ലല്ലോ. അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം അപ്പോൾ ചൂടാറിയും കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ പിന്നെ ഒന്ന് കുക്കറിലാണ് വെക്കുന്നത്. പയറും ഒരു സവോളയും 2 തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഒരു പച്ചമുളകും കീറിയിട്ടിട്ട്, നമ്മുടെ സാധാ പച്ചമുളകും ഒരെണ്ണം കീറിയിട്ടിട്ടാ. പിന്നെ ഇനി കുറച്ച് സാധാ മുളകും മല്ലിപ്പൊടി ഒരു നുള്ള് കിട്ടോ, അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ ചുവച്ച് കൂടും. അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് ഇനിയിപ്പോൾ 2-3 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വേവും ചെയ്യും. എനിക്ക് ഈ കടല പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല വേവ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കഴിക്കുമ്പോൾ ഒരു നല്ല ഒരു പൊടി പോലെ തോന്നണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കുക്കറിൽ ഇതാ കറിയൊക്കെ വെച്ചു, ഇതാ തേങ്ങയൊക്കെ അരച്ചു വാർന്നു കേട്ടോ. ഇനി ഒന്ന് തൂമിക്കണം. അപ്പോൾ ഇനി ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 കറിവേപ്പിലയുടെ ഇല അങ്ങനെ തൊടിയിലൊക്കെ പോയിട്ട് നമ്മൾ തപ്പിയെടുത്തിട്ട് 2 കിട്ടിയിട്ടോ. ഇവിടെയൊക്കെ കറിവേപ്പിലേക്ക് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ഇതള കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ കറിയൊക്കെ നമ്മളിതാ വറുത്ത് കോരിയിട്ട് ഇതാ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ കഴിക്കണം. ഈ കഴിക്കാനിപ്പോൾ എന്തായാലും രാശേട്ടൻ വരില്ല കേട്ടോ, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാപ്പോഴത്തേനൊക്കെ ഓരോരുത്തർ കഴിക്കൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. സാമ്പാറും മത്തൻ കറിയൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഈ കറി ആയപ്പോൾ പിന്നെ എല്ലാവർക്കും കുറേശ്ശെ ഇതൊന്നും എടുത്തു കൊടുത്ത് അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് വൈകി. അപ്പോൾ അവർക്കൊക്കെ എടുത്തു കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ കോലായിൽ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഡൈനിങ് ഹാളിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, അപ്പോൾ വേഗം അടുക്കളയുടെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഓളെന്ന ഓപ്ഷൻ കൂടി അമർത്തണം കേട്ടോ. ബെല്ലൈക്കണെ അമർത്തിയാലാണ് നമ്മൾ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇടുന്ന ചേച്ചി നോട്ടിഫിക്കേഷനൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യമൊന്നും എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയണത് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.